ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ബീഫ് വെച്ചിട്ടുള്ള ഒരു ബീഫ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ബീഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. നമുക്ക് കറിയിലുള്ള ബീഫ് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെയും എടുക്കാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വലിയ മിക്സിയിൽ തന്നെ ഇട്ടിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയും പൊടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് പിച്ചിയെടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയിലയാണ്. എല്ലാം കുറേശ്ശെ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഓരോന്നിനും എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി. അതെല്ലാം ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഒരു 4 മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൂട്ടാം. ഇപ്പോൾ 1 കപ്പിനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 4 മുട്ട തന്നെ എടുക്കണം. 4ലും അളവ് കൂടുതൽ മുട്ട എടുക്കാം, കൂടുതൽ അളവ് കൂട്ടുന്നതിനനുസരിച്ച്. ഇനി ഞാൻ ഓരോരോ മുട്ടയും ഇതുപോലെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടാണ് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ബീഫ് മിക്സിയിലിട്ട് അടിച്ചെടുത്തില്ല, അതേ മിക്സിയിൽ തന്നെയാണ് മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഡയറക്റ്റായിട്ട് മിക്സിയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ പോരെ എന്ന്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. കുപ്പിയിലിരുന്നിട്ട് തന്നെ പുറത്ത് വെച്ച മുട്ട കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം. ഞാൻ മുട്ട പുറത്ത് തന്നെയായിരുന്നു വെച്ചിരുന്നത്. ഇനി ഇതിൽ വല്ല കോഴിക്കുട്ടികളും വിരിഞ്ഞിറങ്ങിക്കണമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കാരണം ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയമാണ്, മനുഷ്യന്മാർ തന്നെ വിരിഞ്ഞു പോകുന്നു, എന്നിട്ടല്ലേ മുട്ട. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ 2 തവണ മാത്രമാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും 2 തവണ മാത്രം അടിച്ചെടുത്താൽ മതി. ഇനി ഒരു പഴയ തട്ടും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി ആ സവാളയൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബീഫ് വേവിച്ച സമയത്ത് അതിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ മുട്ട അടിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ മാത്രമാണ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഈ 2 ഉപ്പും തന്നെ ധാരാളമായിരിക്കും. ഇനി പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി ഉപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ വായിൽ വെക്കാൻ പറ്റില്ല. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാം പൊടികളും കുറേശ്ശെ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനൊക്കെ അനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ മുളക് പൊടിയും പച്ചമുളകും എരു തന്നെയല്ല, അത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ബീഫില്ലേ, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ബീഫ് ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാകുമ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനി ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബീഫ് കയ്യിൽ വെച്ചിട്ട് പിച്ചി എടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഫൈനലി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അതും കൂടി നന്നായി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മുട്ട അടിച്ച് വെച്ചില്ലേ, ആ മുട്ട ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ കേക്ക് കിട്ടുകയുള്ളൂ. മിക്സ് കുറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. ആ ഒരു കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാനാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ. ഇനി ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു തട്ട് കാണിച്ച് തന്നില്ലേ, ഒഴിവാക്കിയ തട്ട്. ആ തട്ട് ഞാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ. ആ തട്ടിൻ്റെ മുകളിലായിട്ട് ഈ പാൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചെടുക്കാം. ഇനി ഈ മൂടിക്ക് ഹോളുണ്ടല്ലോ, ആ ഹോളും ഒന്ന് നമുക്കിതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഹോളും അടച്ചെടുക്കണം. ഒരു തുള്ളി പോലെ എയർ പുറത്ത് പോവാതെ നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് വേവാൻ എനിക്ക് വേണ്ടി വന്ന സമയം വെറും 20 മിനിറ്റ് മാത്രമാണ്. ചില ആളുകൾക്ക് ഉണ്ടാക്കുമ്പോൾ 30 മിനിറ്റ് വരെയൊക്കെ സമയം വേണ്ടി വരും. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വേവ് കുറവാണ്, അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. എൻ്റേത് ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം. എന്നിട്ട് ഈ വെന്ത ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി കേക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ബീഫും മുട്ടയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സ്നാക്സായിട്ട് വൈകുന്നേരവും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.